അടങ്ങിയ ഡൈ ഒന്നും വാങ്ങിച്ചിനി ആരും തലയിലടിച്ച് അവനവൻ്റെ ആയുസ്സും ആരോഗ്യവും കളയാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട കേട്ടോ. ഇതാ ഇതുപോലെ ഒരു പപ്പായ ഇല ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നരച്ച തലമുടി മുഴുവനും ഒറ്റ മിനിറ്റിൽ കരിവണ്ട് പോലെ കറുക്കും. പ്രായം 60 ആയാലും നാട്ടുകാർ വിചാരിക്കും നിങ്ങളേതോ കോളേജിൽ പഠിക്കുന്ന ആളാണെന്ന്. അപ്പോൾ ഇത് വിശ്വസിക്കാത്തവർ ഈ വീഡിയോ ഒന്ന് ഇപ്പം തന്നെ കണ്ടു നോക്കുക കേട്ടോ. എല്ലാവർക്കും വിന്യാസ് വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പപ്പായ ഇല തന്നെയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടം പോലെ സുലഭമായിട്ട് കാണപ്പെടുന്ന ഒന്നാണല്ലോ ഈ പപ്പായ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 തണ്ട് പപ്പായ ഇല ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് തലയിലെ സകല പ്രശ്നങ്ങളും തീർക്കുന്ന നമ്മുടെ പപ്പായ ഇല മാന്ത്രിക എണ്ണയാണ്. തലയിൽ മുടി ഇല്ലാത്തത് കൊണ്ട് കല്യാണാലോചനകൾ പോലും മുടങ്ങിപ്പോയവരുണ്ടാകും അല്ലേ. കാറ്റടിക്കുമ്പോൾ മുടി ഉള്ളതും കൂടെ പാറിപ്പോകാതിരിക്കാൻ കൈവച്ച് നടക്കുന്നവർ, ഇവർക്കൊക്കെ ഒരു രക്ഷാകവചമാണ് ഈ ഒരു എണ്ണ എന്ന് പറയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ ചില സത്യങ്ങളുണ്ട്. അപ്പം ഞാനിതാ ഈ പപ്പായയുടെ കുറച്ച് ഇല ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. കുറച്ച് എണ്ണ ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കടുകെണ്ണയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ തലയിൽ വയ്ക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ, വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയുടെ ഇല ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് പതഞ്ഞിങ്ങനെ പൊങ്ങി വരും. അപ്പം പൊട്ടി പൊട്ടി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് നോക്കിക്കോണം, മുഖത്തേക്കൊക്കെ തെറിക്കാതെ കണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് ആ പതയെല്ലാം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണേ, കരിഞ്ഞൊന്നും പോവുകയും ചെയ്യരുത്. ഇതിങ്ങനെ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളിതൊരു തുണിയിൽ വെച്ചിട്ടൊന്ന് അരിച്ചിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് അരിച്ചൊന്ന് പിഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ശുദ്ധമായ എണ്ണ കിട്ടും. അപ്പോൾ ഈ എണ്ണയുടെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും ഒരു ഇലയായി കാണുന്ന ഈ പപ്പായ ഇലയിൽ ആൽക്കലോയിഡുകളും ഫ്ലോവനോയിഡുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് താരം പമ്പ കിടക്കും. ഇതിലുള്ള ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ തലയിലെ ചൊറിച്ചിലും ആ ഒരു കടുത്ത താരനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും കളയും. പിന്നെ മുടി കൊഴിച്ചിൽ നിർത്തും. മുടിയുടെ വേരുകൾക്ക് നല്ല ബലം നൽകിയിട്ട് കട്ടപ്പാര പോലെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ മുടി തഴച്ചു വളരും. ഇതിലെ വൈറ്റമിൻ എ, സി, ഇ എന്നിവ തലയോട്ടിയിൽ രക്തയോട്ടമൊക്കെ കൂട്ടിയിട്ട് പുതിയ മുടികൾ മുളപ്പിച്ചു കൊണ്ടുവരും. ചുരുക്കം പറഞ്ഞാൽ തരിശുനിലം പോലെ കിടക്കുന്ന തലയിൽ കാട് കയറും എന്ന് സാരം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത്. നല്ലപോലെ മസാജ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പപ്പായ ഇല നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഒരു പിടിയോളം പപ്പായയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ച് എടുത്തിട്ട് വരാവേ. അപ്പം ഞാൻ ആ അരച്ചെടുത്തുകൊണ്ട് വന്നപ്പോൾ ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പപ്പായ ഇലയുടെ നീര് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊതുക് കടിച്ചോടത്തോട്ട് തടിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ചുവന്നൊക്കെ കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ നീരൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചൊറിച്ചിലിനൊക്കെ നല്ലൊരു ശമനം വരും. അതുപോലെ തന്നെ ആ പാടും തടിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും. പിന്നെ കൊതുക് കടിക്കാനായിട്ടും വരത്തില്ല. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം കൊതുക് ഒന്ന് സല്യൂട്ട് അടിച്ചിട്ട് പൊക്കോളും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് മുഖക്കുരു ഉണ്ടെങ്കിൽ അവിടെയും ഈ പപ്പായയുടെ നീര് തേക്കുകയാണ്. മുഖക്കുരുവിന് നല്ലൊരു ശമനം കിട്ടും. ആ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും. ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അരച്ച് വെച്ച പപ്പായ ഇലയുടെ നീര് കുറച്ച് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഒരു 3-4 സ്പൂൺ എടുത്തു. നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് ആ ഒരു അളവ് നിങ്ങൾ നോക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ നിറച്ച് തൈര് ആ ഒരു കണക്കിലാണ് ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ട തൈര് വേണം കേട്ടോ, പുളിയുള്ള തൈരും കൂടെ വേണം. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഈ മിക്സ് നമ്മുടെ മുടി ഇഴകളിൽ നന്നായിട്ട് തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് നല്ലൊരു നാച്ചുറൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഇവ രണ്ടും കൂടെ ഒന്നിക്കുമ്പം തലയോട്ടിക്ക് നല്ല ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നു. കാരണം പപ്പായ ഇലയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന ശക്തമായ എൻസൈമും തൈരിലുള്ള ആ ഒരു ലാക്റ്റിക് ആസിഡും അത് മികച്ചൊരു ആൻറ്റി ഫംഗൽ ഏജൻറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് താരനുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറും. തലയോട്ടിലെ മൃതകോശങ്ങളെയൊക്കെ നീക്കി ഫംഗസിനെയൊക്കെ തടഞ്ഞ് നല്ല എന്താ പറയുക, നല്ല മുടിക്ക് തലയോട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ
തലയോട്ടിലെ ചൊറിച്ചിലും അണുബാധയൊക്കെ കുറയ്ക്കും. കാരണം പപ്പായ ഇലയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. തൈരാണെങ്കിൽ തലയോട്ടിക്ക് നല്ല തണുപ്പൊക്കെ നൽകും. അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആ ഒരു മുടി കൊഴിച്ചിലും തടയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ പാക്കിൽ വൈറ്റമിൻ എ, സി, ഇ എന്നിവയും പ്രോട്ടീനുകളും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുടിയുടെ വേരുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മുടിയെ ഉള്ളിൽ നിന്ന് ശക്തമാക്കുകയും അകാലത്തിലുള്ള മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ല തിളക്കം, നല്ല സോഫ്റ്റ്നെസ് നൽകാൻ സഹായിക്കും. കാരണം തൈര് ഒരു മികച്ച നാച്ചുറൽ കണ്ടീഷണറാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ തലയോട്ടിയിൽ pH ലെവൽ കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ തൈര് സഹായിക്കും. അതിൻ്റെ ഫലമായിട്ടിട്ട് വരൾച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് മുടിക്ക് നല്ല തിളക്കവും നല്ല പോലെ മൃദുത്വവും നൽകുന്നു. അതുപോലെ പുതിയ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഈ മിശ്രിതം ഉണ്ടല്ലോ തലയോട്ടിലെ രക്തയോട്ടം, അതായത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം തലയോട്ടിലെ സുഷിരങ്ങളൊക്കെ തുറക്കാനും അതുപോലെ പുതിയ മുടികൾ വേഗത്തിൽ മുളച്ചു വളരാനും ഒക്കെ ഇത് സഹായിക്കും. ഇനി ഈ മിക്സ് നമുക്ക് നമ്മുടെ മുഖത്തും കയ്യിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു പാച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം ഒരു 10-20 മിനിറ്റ് നിങ്ങളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് സാധാ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു തിളക്കവും അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആകുകയും ചെയ്യും. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഈ പപ്പായ ഇല കൊണ്ട് നിങ്ങൾക്കറിയാത്ത കുറേ അധികം കാര്യങ്ങളുണ്ട് കേട്ടോ. പപ്പായ ഇലയിൽ നിങ്ങൾ ഇറച്ചി പൊതിഞ്ഞ് വെച്ചിരുന്നാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? നമ്മൾ ചിലപ്പോൾ ഇറച്ചി വാങ്ങിച്ചു കഴിഞ്ഞാൽ വേവാതിരിക്കുമല്ലോ, എത്ര വിസിലടിച്ചാലും ചിലപ്പം വേഗത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇറച്ചി ഉണ്ടല്ലോ, ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പപ്പായ ഇലയിലൊന്ന് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേകും. അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പപ്പായ ഇലയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈം ഇറച്ചിയിലെ കട്ടിയുള്ള പ്രോട്ടീനെ കൊളാജിന് വേഗത്തിൽ ലയിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ ഇത് ബീഫ്, മട്ടന്, നാടൻ കോഴി എന്നീ ഇറച്ചികളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പപ്പായ ഇല കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. ഇനി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിയുള്ളവർക്ക് ഒരു സൂപ്പർ വിധിയുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പപ്പായയുടെ ഇല ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികളുടെയൊക്കെ ചുവട്ടിൽ ഇങ്ങനെ ഒന്ന് പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇതിന് മൾച്ചറിങ് അഥവാ പുതയിടൽ എന്നാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്നത്. വേനൽക്കാലത്ത് ചെടികൾക്ക് ചൂട് തട്ടാതെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് ചീഞ്ഞ് വളമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു പിടി പപ്പായ ഇല ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പിടി മുരിങ്ങ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില നല്ല മൂത്ത ഇല എടുക്കാതെ ഇളത്തായിട്ടുള്ള ഇല എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്റർ. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതേണ്ട അരച്ചുകൊണ്ട് വന്നപ്പോൾ ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മുടി നല്ല അടിപൊളിയാക്കി നല്ല തിളക്കത്തോടു കൂടി നല്ല ഷൈനിങ് ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. മുരിങ്ങയിലയിൽ അയണും omega-3 ഫാറ്റി ആസിഡും ധാരാളമുണ്ട്. പപ്പായ ഇലയിലെ എൻസൈമുകൾ കൂടി ചേരുമ്പോൾ മുടിക്ക് നല്ല തിളക്കവും സോഫ്റ്റ്നെസ്സും കിട്ടും. കെമിക്കൽ ഷാമ്പുവിനെ വെല്ലുന്ന ഈ നാച്ചുറൽ ഐറ്റം നമ്മൾ ഉണ്ടാക്കി നോക്കണം, എങ്കിലേ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് മുടി ഇഴകളിലും തലയോട്ടിയിലും ഒക്കെ നല്ലതുപോലെ ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് വാഷ് ചെയ്ത് സാധാ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് വെച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മുടി കിടക്കും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. ഈ കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഇനി തംബ്നെയിലിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു പിടി പപ്പായയുടെ ഇല എടുക്കുക. എന്നിട്ട് ആ കട്ടിയുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കളയുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ. അതിനുശേഷം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിലിട്ട് നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഈ ചട്ടി തന്നെ ഇരുന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വിടണം. അതിനുശേഷം നന്നായിട്ട് തണുക്കേണ്ട, നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്ന ആ ഒരു ചൂടോട് കൂടി തന്നെ നിങ്ങൾ മിക്സിയിലിടാവുന്ന പരുവത്തിൽ തന്നെ നിങ്ങളൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പം ഇതുപോലാണ് ഞാൻ പൊടിച്ചെടുത്തപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇല എടുക്കുമ്പോൾ കുറച്ച് അധികം ഇല എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഞാനിതിൽ നിന്നും ഒരു അല്പം എടുത്തിട്ട് നിങ്ങൾ തലയിൽ തേക്കുന്ന ഓയിൽ ഏതാണോ, അപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലാണ്, അങ്ങനെ ഏതാണെങ്കിലും നിങ്ങൾ തലയിൽ ഉപയോഗിക്കുന്ന ആ എണ്ണ
അല്പം നമുക്കൊന്ന് ഇതിലേക്ക് കലർത്തി കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുണ്ടാകും. നോക്കിയേ എന്നാ നല്ല കട്ട കറുപ്പാന്ന് നോക്കിക്കേ. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. ഇത് വെച്ചിട്ട് നമ്മുടെ മുടി നരച്ചതൊക്കെ ആണെങ്കിൽ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ബ്ലാക്ക് കളറാകും. അപ്പോൾ ഇതുപോലെ നരച്ച മുടിയുള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങളിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഇത് വാട്ടർ പ്രൂഫാണ്, പെട്ടെന്നൊന്നും പോകത്തില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കെമിക്കലുകളുടെ പുറകെയൊക്കെ പോകാതെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പം ഇതുവരെ എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.